ഞങ്ങളെല്ലാരും എന്തുമാത്രം വിഷമിച്ചെന്നു അച്ഛൻ. പ്രാർത്ഥിക്കാനും കരയാനും അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും ആവുമായിരുന്നില്ല. ഇനി മോള് കരയാതെ. അച്ഛന്റെ അസുഖമെല്ലാം മാറിയില്ലേ? ഒരച്ഛനും മകളും ഒരു പ്രഹസനം കാഴ്ച വയ്ക്കണമല്ലോ. ഒരവസരം ഒത്തു വരുന്നതുമില്ല. കയറിയിരിക്കുന്ന മന്ത്രി കസേര ഉടനെ തെറിക്കും. നിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാജു സർ. ശേര, യാമിനി. ഏട്ടാ, പ്രതാപൻ എത്ര ഭാഗ്യവാനാണ്. ചുറ്റും എത്ര സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. പക്ഷേ കൺമുമ്പിൽ നിന്ന് ചിരിക്കുകയും കാണാതെ പിന്നിൽ വന്ന് കഴുത്ത് ഞെരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ. ഇവൻ എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നേ. ഇവൻ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരു വെള്ളത്തിൽ സ്വാമി. നമ്മൾ കാണുന്നൊന്നും അല്ല സത്യം. സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. രാജു, അമ്മ വിളിക്ക് രാജു. എന്താണ് മോളെ കഥകളി മുദ്രകൾ? അല്ല, ഞാൻ അച്ഛനെ ചികിത്സിച്ച ഹോം നഴ്സിനെ പരിചയപ്പെടുത്തണ്ടേന്ന് രാജുനോട് ചോദിക്കായിരുന്നു. അത് വളരെ നല്ല കാര്യമല്ലേ? പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് മോൾക്ക് തന്നെയാണ്. മോള് തന്നെ പരിചയപ്പെടുത്തിക്കൊള്ളൂ. അച്ഛാ, അതാണ് അച്ഛാ അച്ഛനെ നോക്കിയ ഹോം നഴ്സ്. അമ്മ ഇതെവിടെ പോയി? ഇത്രയും നേരമായിട്ടും ഞാൻ അടുത്തേക്ക് ചെല്ലാതിരിക്കുമ്പോ ഇവൻ തെറ്റിദ്ധരിക്കില്ലേ? ഒരു സെന്റിമെന്റൽ ഡ്രാമ ആക്ട് ചെയ്യണമല്ലോ. ഈയിടെയായിട്ട് നല്ല ആക്ടിംഗ് ഒന്നും വരുന്നില്ല. മോനെ പ്രതാപ, മോനെ, ചേച്ചി എത്ര ദിവസമായെന്നറിയോ ജലപാനം കഴിച്ചിട്ട്? നീ വീണ ശേഷം ഞാനൊരു തുള്ളി വെള്ളം പോലും സന്തോഷത്തോടെ കുടിച്ചിട്ടില്ല. എന്തായത്? വീരപാണ്ഡ്യ കട്ടപ്പൻ നാടകം? ഒരാളിവിടെ സുഖപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഓടിക്കേറി വന്നൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ. പ്രതാപനൊന്ന് സുഖമാവട്ടെ, എന്നിട്ട് അരങ്ങേറാം ഈ ചരിത്ര നാടകം. ഗെറ്റ് ഔട്ട്. പോകാനല്ലേ പറഞ്ഞത്?
കാത്തു നിൽക്കട്ടെ. ഇത്രയും നേരം ഇവിടെ വെറുതെ നിന്നതാ. ഈ വീട്ടിൽ എന്റെ അവസാന ദിവസമാവുമെന്ന് അയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവോ? ഉണ്ടെങ്കിൽ ദീപകേ, അമ്മേ, അമ്മേ, വല്യമ്മ വല്ലതും പറഞ്ഞോ? എന്നെ മനസ്സിലായോ? അതിന് എന്നെ കൊണ്ട് വല്ലതും മിണ്ടിച്ചിട്ടോ അകത്ത് കയറ്റിട്ടോ വേണ്ടേ? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവന്റെ അസുഖമൊക്കെ മാറി. എടാ, അവന് മുടിഞ്ഞ ആയുസാ. അവനെ പയറ് പോലെ കളത്തിലിറങ്ങും. മന്ത്രിക്കുപ്പായ ഊരി വെച്ച് ഞാൻ വീണ്ടും അതിലേ ഇതിലേ തേരാപാര നടക്കും. അമ്മയ്ക്ക് അമ്മയുടെ മന്ത്രി കസേര പോകുന്നുള്ള പേടി, എനിക്കും എന്റെ തല പോകുന്നുള്ള പേടി. എന്തായാലും എന്റെ നിന്റെ കാര്യത്തില് ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഈ തിരിച്ചടി. ദൈവമേ, ആര് വിചാരിച്ചാലാ ഇനി ഇവനെ ഒന്ന് അവസാനിപ്പിക്കാം?